നമസ്കാരം. നമ്മളിൽ പലരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സാമ്പത്തിക തീരുമാനമാണ് ഒരു കാർ വാങ്ങുന്നത്, അല്ലേ? പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്വപ്നയാത്ര ഒരു കടക്കിണിയായി മാറാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ശരി, ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. ഒരു പുതിയ കാർ. എനിക്ക് തോന്നുന്നു നമ്മളിൽ മിക്കവരുടെയും ഒരു വലിയ സ്വപ്നമാണത്, ശരിയല്ലേ? പക്ഷേ ആ ഒരു ആവേശം മാത്രം മതിയോ? ആ സ്വപ്നം ഒരു സാമ്പത്തിക കെണിയാകാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു കാർ വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ എപ്പോഴും ഈ രണ്ട് കാര്യങ്ങൾക്കിടയിൽ പെട്ടുപോകും. ഒരു വശത്ത് നമ്മുടെ അടങ്ങാത്ത ആഗ്രഹം, ഇഷ്ടപ്പെട്ട മോഡല്, ആ കളറ്, പിന്നെ മറുവശത്ത് നമ്മുടെ പോക്കറ്റിന്റെ അവസ്ഥ. ഇത് രണ്ടും തമ്മിൽ എങ്ങനെ ഒരു ബാലൻസ് കണ്ടെത്താം? അതാണ് ഏറ്റവും വലിയ ചോദ്യം. സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പല കുടുംബങ്ങൾക്കും കാർ എന്നു പറയുന്നത് ഒരു ആവശ്യമായി മാറിയിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ അതിനെ കാണുന്നത് ഒരു സ്റ്റാറ്റസ് സിംബലായിട്ടാണ്. അയൽക്കാരൻ വാങ്ങിയതിനേക്കാൾ വലിയ കാർ വാങ്ങണം എന്നൊക്കെ ചിന്തിക്കുന്നത് ശരിക്കും അപകടം പിടിച്ചൊരു ചിന്തയാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ നോക്കിയല്ല നമ്മൾ തീരുമാനമെടുക്കേണ്ടത്. പകരം ഈ 3 കാര്യങ്ങൾ പരിഗണിക്കണം. 1. നിങ്ങളുടെ വരുമാനം എത്രയാണ്? 2. ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി എന്താണ്? പിന്നെ ഏറ്റവും പ്രധാനം, നിങ്ങൾക്ക് ശരിക്കും ഒരു കാറിന്റെ ആവശ്യമുണ്ടോ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് വരുന്നത്. ഒരു കാർ ഒരിക്കലും ഒരു അസറ്റ്, അതായത് ഒരു ആസ്തിയല്ല. സത്യത്തിൽ അതൊരു ബാധ്യതയാണ്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ മതി, കാർ വാങ്ങുന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറും. എന്തുകൊണ്ടാണ് കാർ ഒരു ബാധ്യതയാവുന്നതെന്നല്ലേ? കാരണം അതൊരു ഡിപ്രിഷിയേറ്റിംഗ് അസറ്റാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ, സമയം പോകുന്തോറും വില കുറഞ്ഞു വരുന്ന ഒരു സാധനം. അത്രയുള്ളൂ. ഇപ്പോഴീ വ്യത്യാസം നോക്കൂ. നമ്മളൊരു സ്ഥലം വാങ്ങിയാൽ സാധാരണഗതിയിൽ വർഷങ്ങൾ കഴിയുമ്പോൾ അതിന്റെ വില കൂടും. പക്ഷെ കാറിന്റെ കാര്യം നേരെ തിരിച്ചാണ്. അതിന്റെ വില ഓരോ ദിവസവും കഴിയുന്തോറും കുറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് ചെറിയൊരു ഉദാഹരണം നോക്കാം, അല്ലേ? നിങ്ങൾ 10 ലക്ഷം രൂപ വിലയുള്ള ഒരു പുത്തൻ കാർ ഷോറൂമിൽ നിന്ന് വാങ്ങാൻ തീരുമാനിക്കുന്നു എന്ന് വയ്ക്കുക. എന്നാൽ ആ കാർ ഷോറൂമിൽ നിന്ന് പുറത്തിറക്കി ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും അതിന്റെ വില ഏകദേശം 1 ലക്ഷം രൂപ കുറഞ്ഞിട്ടുണ്ടാവും. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. അത്ര വേഗത്തിലാണ് ഒരു പുതിയ കാറിന്റെ വില ഇടിയുന്നത്. നമ്മളിൽ ഭൂരിഭാഗം പേരും ലോൺ എടുത്തിട്ടാണ് കാർ വാങ്ങുന്നത്. എന്നാൽ ഒരു ലോണിന്റെ യഥാർത്ഥ വില എത്രയാണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കത് നോക്കാം. ഈ കണക്കുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കണേ. 10 ലക്ഷം രൂപയുടെ കാറിന് 7 വർഷത്തേക്ക് ലോൺ എടുക്കുമ്പോൾ പലിശയായിട്ട് മാത്രം നമ്മൾ ഏകദേശം 4 ലക്ഷം രൂപ അധികം അടയ്ക്കേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ 10 ലക്ഷത്തിന്റെ കാറിന് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് ഏതാണ്ട് 14 ലക്ഷം രൂപയാണ്. ഇനി ഇതാണ് ശരിക്കും ഞെട്ടിക്കുന്ന കണക്ക്. 7 വർഷം കഴിഞ്ഞ് നിങ്ങൾ ലോൺ മുഴുവൻ അടച്ചു തീരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയത് ഏകദേശം 14 ലക്ഷം രൂപയാണ്. പക്ഷെ അപ്പോൾ നിങ്ങളുടെ കാറിന്റെ വിലയോ അത് വെറും 3 ലക്ഷം രൂപയായി കുറഞ്ഞിട്ടുണ്ടാകും. ഒന്നാലോചിച്ച് നോക്കൂ, എത്ര വലിയ സാമ്പത്തിക നഷ്ടമാണെന്ന്. ഈ കണക്കുകൾ മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. 7 വർഷം എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാലയളവാണ്, അല്ലേ? ആ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരാം. അപ്പോൾ ഒരു ലോൺ എന്ന് പറയുന്നത് അത്രയും കാലത്തേക്കുള്ള ഒരു ഭാരം തന്നെയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ 7 വർഷത്തിനിടയിൽ പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടാലോ, അല്ലെങ്കിൽ പെട്ടെന്നൊരു അസുഖം വന്നാലോ, അതുമല്ലെങ്കിൽ ജോലിയിൽ നിന്നൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നാലോ, എന്ത് ചെയ്യും? ഇതെല്ലാം നമ്മുടെ ലോൺ തിരിച്ചടവിനെ ശരിക്കും പ്രതിസന്ധിയിലാക്കും. അപ്പോ പിന്നെ എന്താണ് ഇതിനൊരു പരിഹാരം? സാമ്പത്തികമായി നമ്മളെ തകർക്കാത്ത രീതിയിൽ എങ്ങനെ ഒരു കാർ സ്വന്തമാക്കാം? വഴിയുണ്ട്. ഈ കണക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കൂ. ഒരു കാറിന്റെ വില ആദ്യത്തെ 5 വർഷം കൊണ്ട് ഏതാണ്ട് പകുതിയായി കുറയും. അതിൽ തന്നെ ആദ്യ വർഷമാണ് ഏറ്റവും കൂടുതൽ വിലയിടിവ്, ഏകദേശം 20%. അതുകൊണ്ട് സ്മാർട്ടായി ചിന്തിച്ചാൽ നമുക്ക് മുന്നിൽ 2 നല്ല വഴികളുണ്ട്. ഒന്നാമത്തേത്, ക്ഷമയോടെ പണം സ്വരൂപിച്ച് ലോൺ എടുക്കാതെ കാർ വാങ്ങുക. രണ്ടാമത്തേത്, ഒരു നല്ല കണ്ടീഷനിലുള്ള അധികം പഴക്കമില്ലാത്ത സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങുന്നത് പരിഗണിക്കുക. ഈ 2 വഴികളും നിങ്ങളെ വലിയൊരു സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് രക്ഷിക്കും. ഇനിയിപ്പോ ലോൺ എടുത്തേ മതിയാകൂ എന്നൊരു സാഹചര്യമാണെന്ന് വെക്കുക. അങ്ങനെയെങ്കിൽ ചില കർശനമായ നിയമങ്ങൾ നമ്മൾ പാലിച്ചേ പറ്റൂ. ഇതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം, 30% റൂൾ. നിങ്ങളുടെ എല്ലാ മാസ അടവുകളും, അത് കാർ ലോൺ ആകട്ടെ ഹോം ലോൺ ആകട്ടെ, എല്ലാം കൂടി നിങ്ങളുടെ മാസ വരുമാനത്തിന്റെ 30% കൂടാൻ ഒരു കാരണവശാലും പാടില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ മാസ ശമ്പളം 60,000 രൂപയാണെങ്കിൽ നിങ്ങളുടെ ആകെ EMIകൾ 18,000 രൂപയിൽ കൂടരുത്. ബാക്കി 70%, അതായത് 42,000 രൂപ മറ്റു ജീവിത ചെലവുകൾക്കായി മാറ്റിവെക്കണം. ഇതാണ് അതിന്റെ കണക്ക്. എപ്പോഴും ഓർക്കുക, കടം വാങ്ങി ഒരു കാർ വാങ്ങിയാൽ അവസാനം നമ്മുടെ കയ്യിൽ എന്താകും ബാക്കിയുണ്ടാവുക? വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാറും പലിശ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോണും അതുമാത്രമാകും.
അപ്പോൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരൊറ്റ കാര്യം, ഒരു കാറ് വാങ്ങാൻ ഇറങ്ങുന്നതിന് മുൻപ് നിങ്ങളോട് തന്നെ ഈ ഒരു ചോദ്യം ചോദിക്കണം. എന്തിനാണ് എനിക്ക് ഈ കാർ? എൻ്റെ ആവശ്യം നിറവേറ്റാനാണോ അതോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ? ആ ചോദ്യത്തിനുള്ള സത്യസന്ധമായ ഉത്തരമുണ്ടല്ലോ, അതിലാണ് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയുടെ താക്കോലിരിക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട് മാത്രം ഒരു തീരുമാനമെടുക്കുക.